സ്റ്റുഡൻസ്, നമ്മളിന്ന് ഇവിടെ പുതിയൊരു ടേമാണ് ഡിസ്കസ് ചെയ്യുന്നത് ഈ ഒരു സെഷനിൽ. പ്രൊവിഡന്റ് ഫണ്ട്. വാട്ട് ഈസ് പി എഫ്? പ്രൊവിഡന്റ് ഫണ്ട്. നമ്മളൊരു പക്ഷേ ഇങ്ങനൊരു ടേം നമ്മൾ കേട്ടിട്ടുണ്ടാവും. പല സിറ്റുവേഷനിലും നമ്മൾ ഇത് എവിടെയെങ്കിലും നമ്മൾ കേട്ടൊരു ടേം ആയിരിക്കും ഈ പി എഫ് എന്ന് പറയുന്നത്. അപ്പൊ എംപ്ലോയി പ്രൊവിഡന്റ് ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എംപ്ലോയീസിന്റെ സേവിങ്സ് ഹാബിറ്റ് ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുള്ള ഫണ്ടാണ് പി എഫ് എന്ന് പറയുന്നത്. എംപ്ലോയറും എംപ്ലോയിയും ഓരോ മാസവും ഒരു എമൗണ്ട് എന്താണ് ഈ പി എഫിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യും. എംപ്ലോയീസ് സാലറിയിൽ നിന്ന് ഒരു എമൗണ്ട് പി എഫിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യും. അതുപോലെ തന്നെ എംപ്ലോയർ എന്ത് ചെയ്യും? ഒരു എമൗണ്ട് ഈ പി എഫിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യും. എന്നിട്ട് ഈ എമൗണ്ട് എന്താണ് എംപ്ലോയിക്ക് അയാളുടെ റിട്ടയർമെന്റിന്റെ സമയത്ത് ലംസമായിട്ട് എന്ത് ചെയ്യാം? ഈ ഒരു എമൗണ്ട് വിഡ്രോ ചെയ്യാവുന്നതാണ്. ഇനി അതല്ല, റിട്ടയർമെന്റ് വരെ കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല. അതിനു മുമ്പ് എന്തെങ്കിലും എമർജൻസി അല്ലെങ്കിൽ എന്തെങ്കിലും സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അയാൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഈ പി എഫ് അക്കൗണ്ടിൽ നിന്ന് അയാളുടെ എത്ര എമൗണ്ട് ആണ് ആ പി എഫ് അക്കൗണ്ടിൽ ഉള്ളത് അതിൽ നിന്ന് വിഡ്രോ ചെയ്യാം. അപ്പൊ എംപ്ലോയീസിന്റെ സേവിങ്സ് ഹാബിറ്റ് അതുപോലെ തന്നെ റിട്ടയർമെന്റിന് ശേഷമുള്ള അവരുടെ ഒരു ലൈഫ് കുറച്ചുകൂടി എന്താണ് സേഫ് ആക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പ്രൊവിഡന്റ് ഫണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫണ്ട് കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, there are mainly 4 types of provident fund. First one, statutory provident fund. Second one, recognized provident fund. Then third one, unrecognized provident fund. And last one, public provident fund. Okay, now first one discuss here. Statutory provident fund. Statutory provident fund is the oldest form of provident fund. പ്രൊവിഡന്റ് ഫണ്ടിൽ ഏറ്റവും ആദ്യം വന്നതും ഓൾഡസ്റ്റ് ആയിട്ടുള്ള ഒരു ഫോമാണ് എന്ത്? സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡന്റ് ഫണ്ട് എന്ന് പറഞ്ഞാൽ. സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡന്റ് ഫണ്ട് 1925 പി എഫ് ആക്ട് പ്രകാരമാണ് സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡന്റ് ഫണ്ട് നിലവിൽ വന്നത്. 1925 പ്രൊവിഡന്റ് ഫണ്ട് ആക്ട് പ്രകാരമാണ് സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡന്റ് ഫണ്ട് നിലവിൽ വന്നത്. ഈ സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡന്റ് ഫണ്ട് അധികവും നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ഗവൺമെന്റ് ആൻഡ് സെമി ഗവൺമെന്റ് ഓഫീസേഴ്സ്, അതുപോലെ തന്നെ പബ്ലിക് സെക്ടർ ബാങ്ക്സ്, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അവിടേക്കാണ് നമ്മൾ ഈ സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡന്റ് ഫണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതായത് പി എഫ് ആക്ട് 1925 പ്രകാരം വന്നതാണ്. ഓൾഡസ്റ്റ് ഫോം ഓഫ് പ്രൊവിഡന്റ് ഫണ്ട് ആണ്. ഓക്കെ, നെക്സ്റ്റ് റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട്. ആ പേര് തന്നെ റെക്കഗ്നൈസ്ഡ്. കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സ് റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ള പ്രൊവിഡന്റ് ഫണ്ടിനെ നമുക്ക് എന്ത് പറയാം? റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട് എന്ന് പറയാം. റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ടിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ മെൻഷൻ ചെയ്ത് പി എഫ് ആക്ട് 1952 അതായത് പി എഫ് ആക്ട് 1952 പ്രകാരമാണ് എന്ത് വന്നിട്ടുള്ളത്? റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട് നിലവിൽ വന്നിട്ടുള്ളത്. റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട് ഈസ് എ പ്രൊവിഡന്റ് ഫണ്ട് റെക്കഗ്നൈസ്ഡ് ബൈ ദ കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സ്. ഓക്കെ, അപ്പോൾ റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട് കൂടുതലായിട്ട് നമ്മൾ അപ്ലൈ ചെയ്തത് ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിംഗും അതുപോലെ തന്നെ പ്രൈവറ്റ് സെക്ടറിലുള്ള ബിസിനസ് ഹൗസിലൊക്കെയാണ് റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് തേർഡ് വൺ പറയുന്നത് അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട്. റെക്കഗ്നൈസ്ഡ് നേരെ ഓപ്പോസിറ്റ് അൺറെക്കഗ്നൈസ്ഡ്. കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സ് റെക്കഗ്നൈസ് ചെയ്യാത്ത പ്രൊവിഡന്റ് ഫണ്ടിനെ നമുക്ക് എന്ത് പറയാം? അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട് എന്ന് പറയാം. ഇതിൽ എംപ്ലോയറും എംപ്ലോയി ഒരുപോലെ തന്നെ ഒരു എമൗണ്ട് ഇതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുകയും റിട്ടയർമെന്റ് സമയത്ത് വിഡ്രോ ചെയ്യുകയും ചെയ്യും. സാധാരണ പറയുന്ന പി എഫിന്റെ ഫീച്ചേഴ്സ് ഒക്കെ എന്താണ്? ഈ അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ടിനുണ്ട്. പക്ഷെ എന്താണ്? ഇറ്റ് ഈസ് നോട്ട് റെക്കഗ്നൈസ്ഡ് ബൈ ദ കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സ്. ഓക്കെ, ഇതിനടുത്ത് പറയുന്നത് പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട്. പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട് ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഈ 3 പ്രൊവിഡന്റ് ഫണ്ട്, സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡന്റ് ഫണ്ട് ആയാലും അതുപോലെ തന്നെ റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട് ആയാലും അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട് ആയാലും ഇതൊക്കെ സാലറീഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഒരു കമ്പനിയിലെ എംപ്ലോയി അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് എംപ്ലോയി, ഒരു പ്രൈവറ്റ് സെക്ടർ എംപ്ലോയി അല്ലെങ്കിൽ സാലറീഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇത്രയും പി എഫ്. ഈ പി എഫിന്റെ ബെനിഫിറ്റ് ഈ സാലറി വാങ്ങുന്ന അല്ലാത്ത ആൾക്കാരുണ്ടാവും. ഇപ്പൊ സെൽഫ് എംപ്ലോയിഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും, ബിസിനസ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, അഗ്രികൾച്ചർ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അങ്ങനെ സാലറീഡ് അല്ലാത്ത പബ്ലിക്, അവർക്ക് വേണ്ടിയിട്ടാണ് പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട് കൊണ്ടുവന്നത്. ഇത് 1 ജൂലൈ 1968 പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട് നിലവിൽ വന്നത്. എന്നാൽ 1 ജൂലൈ 1968. അതായത് ഞാൻ സെൽഫ് എംപ്ലോയിഡ് ഒരാളാണ്. അപ്പൊ ഞാൻ എന്താ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യാത്തതുകൊണ്ട് എനിക്ക് പി എഫ് കിട്ടില്ല. അപ്പൊ അങ്ങനെയുള്ള എനിക്ക് എന്ത് ചെയ്യാം? പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട് ചൂസ് ചെയ്യാം. ഇത് എങ്ങനെ ഓപ്പൺ ആക്കുക എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ അതിന്റെ സബ്സിഡറി ബാങ്ക്സ് ഉണ്ടാവും. അവിടെ പോയി നമുക്ക് ഒരു പി എഫ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കും. എന്നിട്ട് അതിൽ നമുക്ക് ഒരു ഇയറിൽ മിനിമം 100 rupees മുതൽ മാക്സിമം 1,50,000 വരെ നമുക്ക് എന്ത് ചെയ്യാം? ഈ പി എഫ് അക്കൗണ്ട്, പബ്ലിക് പി എഫ് അക്കൗണ്ടിൽ നമുക്ക് എന്ത് ചെയ്യാം? ഡെപ്പോസിറ്റ് ചെയ്യാം. അങ്ങനെ ഈ പ്രൊവിഡന്റ് ഫണ്ടിന്റെ ബെനിഫിറ്റ് എന്താണ്? എല്ലാവരിലേക്കും, ഒരു കോമൺ പബ്ലിക്കിലേക്ക് കൂടി എന്താണ് ഈ പ്രൊവിഡന്റ് ഫണ്ടിന്റെ ബെനിഫിറ്റ് എത്തിക്കുകയാണ് ചെയ്തത്. ഓക്കെ, അപ്പൊ ഒന്നുകൂടെ പറയാം. സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡന്റ് ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി എഫ് ആക്ട് 1925 പ്രകാരം വന്നതാണ്. എന്താണ്? ഓൾഡസ്റ്റ് ഫോം ഓഫ് പ്രൊവിഡന്റ് ഫണ്ട് ആണ്. ഇത് യൂസ് ചെയ്യുന്നത് ഗവൺമെന്റ് അണ്ടർടേക്കിംഗ്സ്, അതുപോലെ തന്നെ കൊമേഴ്ഷ്യൽ ബാങ്ക്, പബ്ലിക് സെക്ടർ ബാങ്ക്സ്, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെയാണ് സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡന്റ് ഫണ്ട് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ദെൻ റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട്. Recognized provident fund is a provident fund recognized by the Commissioner of Income Tax. It applies PF Act 1952.
Then unrecognized provident fund. Unrecognized provident fund is a fund which is not recognized by the Commissioner of Income Tax. Then public provident fund. Public provident fund comes on 1st July 1968. It is meant for general public. ജനറൽ പബ്ലിക്കിനെ സാലറീഡ് ആയിട്ടല്ലാത്ത ആൾക്കാർക്ക് എന്താണ് ഈ പ്രോവിഡന്റ് ഫണ്ടിന്റെ ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് പബ്ലിക് പ്രോവിഡന്റ് ഫണ്ട് കൊണ്ടുവന്നത്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ അതിന്റെ സബ്സിഡറി ബാങ്ക് എന്ത് ചെയ്യാം, ഒരു PF അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിലൂടെ ഇതിന്റെ ബെനിഫിറ്റ് നമുക്ക് എല്ലാവർക്കും കിട്ടും. മിനിമം 500 രൂപ മുതൽ മാക്സിമം 1,50,000 വരെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഇയർലി PF അക്കൗണ്ടിലേക്ക് നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ, നമുക്ക് ഇനി ടാക്സ് ട്രീറ്റ്മെന്റ് ഓഫ് പ്രോവിഡന്റ് ഫണ്ടിലേക്ക് കിടക്കാം. നമ്മൾ പ്രോവിഡന്റ് ഫണ്ട് എന്താന്ന് പറഞ്ഞു, അതിന്റെ ടൈപ്സും പറഞ്ഞു. ഇനി അതിന്റെ ടാക്സ് ട്രീറ്റ്മെന്റ് എങ്ങനെയാന്ന് നോക്കാം. ഇപ്പൊ ഇവിടെ സ്റ്റാറ്റ്യൂട്ടറി പ്രോവിഡന്റ് ഫണ്ട് ഉണ്ട്, റെക്കഗ്നൈസ്ഡ് പ്രോവിഡന്റ് ഫണ്ട് ഉണ്ട്, അൺറെക്കഗ്നൈസ്ഡ് പ്രോവിഡന്റ് ഫണ്ട് ഉണ്ട്. പബ്ലിക് പ്രോവിഡന്റ് ഫണ്ട് എടുക്കാത്ത എന്താണ്, നമ്മുടെ സാലറി ഹെഡ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. പബ്ലിക് പ്രോവിഡന്റ് ഫണ്ട് എന്ന് പറഞ്ഞാൽ സാലറിഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതല്ല, അതായത് പബ്ലിക്കിന് വേണ്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ട് അതിന്റെ ടാക്സ് ട്രീറ്റ്മെന്റ് ഇവിടെ നമുക്ക് കാണിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് പ്രോവിഡന്റ് ഫണ്ടിൽ എംപ്ലോയർ കോൺട്രിബ്യൂഷൻ ഉണ്ടാവും, എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ ഉണ്ടാവും. എന്താണ്, എംപ്ലോയർ ഒരു കോൺട്രിബ്യൂഷൻ എംപ്ലോയർ തരും, എംപ്ലോയിന്റെ സാലറിയിൽ നിന്ന് ഒരു കോൺട്രിബ്യൂഷൻ അതും ഉണ്ടാവും. ദെൻ ഇൻട്രസ്റ്റ് ക്രെഡിറ്റഡ് ടു PF അക്കൗണ്ട്. ഓരോ മാസവും എംപ്ലോയറുടെ ഷെയറും എംപ്ലോയിയുടെ ഷെയറും കൂടെ PF അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യും. എന്നിട്ട് അതിന്റെ മുകളിൽ നമുക്ക് എന്താണ് ഇൻട്രസ്റ്റ് കിട്ടുന്നുണ്ടാവും. അപ്പൊ നമ്മൾ ബാങ്കിൽ ഒരു 50,000 റുപ്പീസ് ഡെപ്പോസിറ്റ് ചെയ്തിട്ട് നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടില്ലേ, അതുപോലെ PF അക്കൗണ്ടിൽ നമുക്കൊരു ഇൻട്രസ്റ്റ് ക്രെഡിറ്റ് ആവും. ആ ഇൻട്രസ്റ്റ് ക്രെഡിറ്റഡ് ടു PF എന്ന് പറയുന്നത്. ദെൻ ഫോർത്ത് പറയുന്നത് ലംസം റിസീവ്ഡ് ഓൺ റിട്ടയർമെന്റ്. നമ്മൾ പറഞ്ഞു PF അക്കൗണ്ടിലുള്ള മൊത്തം എമൗണ്ട് നമ്മൾ എന്താണ് റിട്ടയർമെന്റ് സമയത്ത് ലംസം ആയിട്ട് റിസീവ് ചെയ്യാം. ആ ലംസം ആയിട്ട് റിസീവ് ചെയ്തിട്ടുണ്ട് എങ്കിൽ അതെങ്ങനെയാ, അതിന്റെ ട്രീറ്റ്മെന്റ് എങ്ങനെയാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അവിടെ എന്താണ് നമുക്ക് ലംസം ആയിട്ട് റിസീവ് ചെയ്യാൻ വേണമെങ്കിൽ നമുക്ക് എന്താണ് എന്തെങ്കിലും എമർജൻസി കേസ് വരികയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, PF അതിന് മുമ്പേ വിഡ്രോ ചെയ്യാം. അപ്പൊ ലംസം ആയിട്ട് റിസീവ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ ട്രീറ്റ്മെന്റ്. ഓക്കെ, അപ്പൊ ഇവിടെ സ്റ്റാറ്റ്യൂട്ടറി പ്രോവിഡന്റ് ഫണ്ട്, റെക്കഗ്നൈസ്ഡ് പ്രോവിഡന്റ് ഫണ്ട്, അൺറെക്കഗ്നൈസ്ഡ് പ്രോവിഡന്റ് ഫണ്ട്, അതിന് 4 കേസുകളിലെ ടാക്സ് ട്രീറ്റ്മെന്റ് ഏതൊക്കെയാണ്, എംപ്ലോയർ കോൺട്രിബ്യൂഷൻ, എംപ്ലോയി കോൺട്രിബ്യൂഷൻ, ഇൻട്രസ്റ്റ് ഓൺ PF ആൻഡ് ലംസം റിസീവ്ഡ് ഓൺ റിട്ടയർമെന്റ്. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാറ്റ്യൂട്ടറി പ്രോവിഡന്റ് ഫണ്ടിന്റെ കേസിലുള്ള ടാക്സ് ട്രീറ്റ്മെന്റ് നോക്കാം. ക്ലിയർ? അപ്പൊ ആദ്യം തന്നെ എംപ്ലോയർ കോൺട്രിബ്യൂഷൻ ടു സ്റ്റാറ്റ്യൂട്ടറി പ്രോവിഡന്റ് ഫണ്ട്. സ്റ്റാറ്റ്യൂട്ടറി പ്രോവിഡന്റ് ഫണ്ടിലേക്ക് എംപ്ലോയർ കോൺട്രിബ്യൂട്ട് ചെയ്യുകയാണ് എങ്കിൽ ഇറ്റ് ഈസ് നോട്ട് ടാക്സബിൾ. അതിന്റെ മുകളിൽ ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. ദെൻ എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ. എംപ്ലോയീസ് കോൺട്രിബ്യൂഷന്റെ കേസിൽ പറയുന്നത് ഇൻക്ലൂഡഡ് ഇൻ ദ സാലറി. അത് ഓൾറെഡി എന്താണ് സാലറിയിൽ ഇൻക്ലൂഡഡ് ആണ്, അതുകൊണ്ട് എന്താണ് അത് ടാക്സബിൾ ആണ്. ഓൾറെഡി സാലറിയിൽ ഒരു പോർഷൻ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, PF ലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഓൾറെഡി സാലറി ഇൻക്ലൂഡഡ് ആണ്, ടാക്സബിൾ ആണ്. ദെൻ ഇൻട്രസ്റ്റ് ക്രെഡിറ്റഡ് ടു പ്രോവിഡന്റ് ഫണ്ട്. പ്രോവിഡന്റ് ഫണ്ടിലേക്ക് നമ്മൾ ഇൻട്രസ്റ്റ് ക്രെഡിറ്റ് ആവുന്നുണ്ട് എങ്കിൽ അത് സ്റ്റാറ്റ്യൂട്ടറി പ്രോവിഡന്റ് ഫണ്ട് ആണ് എങ്കിൽ ഇറ്റ് ഈസ് നോട്ട് ടാക്സബിൾ. ദെൻ ലംസം റിസീവ്ഡ് ഓൺ റിട്ടയർമെന്റ് എന്താണ് ടാക്സ് ട്രീറ്റ്മെന്റ് എന്താണ് നോട്ട് ടാക്സബിൾ. സ്റ്റാറ്റ്യൂട്ടറി പ്രോവിഡന്റ് ഫണ്ടിന്റെ കേസിൽ എംപ്ലോയർ കോൺട്രിബ്യൂഷൻ നോട്ട് ടാക്സബിൾ, എംപ്ലോയി കോൺട്രിബ്യൂഷൻ ഓൾറെഡി ഇൻക്ലൂഡഡ് ഇൻ ദ സാലറി ടാക്സബിൾ ആണ്, ഇൻട്രസ്റ്റ് ക്രെഡിറ്റഡ് ടു PF അക്കൗണ്ട് നോട്ട് ടാക്സബിൾ, ദെൻ ലംസം റിസീവ്ഡ് ഓൺ റിട്ടയർമെന്റ് നോട്ട് ടാക്സബിൾ. ദെൻ റെക്കഗ്നൈസ്ഡ് പ്രോവിഡന്റ് ഫണ്ടിലേക്ക് പോവാം. ഓക്കെ, റെക്കഗ്നൈസ്ഡ് പ്രോവിഡന്റ് ഫണ്ടിന്റെ കേസിൽ എംപ്ലോയർ കോൺട്രിബ്യൂഷൻ, എംപ്ലോയറിന്റെ കോൺട്രിബ്യൂഷൻ എങ്ങനെ നോക്കാം. എക്സസ് ഓഫ് 12% ഓഫ് സാലറി ഈസ് ടാക്സബിൾ. സാലറിയുടെ 12% കൂടുതൽ എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് എങ്കിൽ ഇറ്റ് ഈസ് ടാക്സബിൾ അല്ലെ. എക്സസ് ഓഫ് 12% ഓഫ് സാലറി ഈസ് ടാക്സബിൾ. സാലറിയുടെ 12% മുകളിൽ 12% എക്സസ് ആയിട്ട് എന്തെങ്കിലും ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇവിടെ സാലറി എന്ന് പറയുന്നത് ബേസിക് പേ പ്ലസ് DP പ്ലസ് ഡിയർനെസ് അലവൻസസ് വിച്ച് എൻഡർ പ്ലസ് കമ്മീഷൻ ഓൺ ടേൺ ഓവർ അച്ചീവ്ഡ് ബൈ ഹിം. നോട്ടിൽ അതിലുണ്ട് സാലറി ഇൻഡിക്കേഷൻ. ഇവിടെ സാലറി എന്ന് പറയുന്നത് ബേസിക് പേ പ്ലസ് DP പ്ലസ് ഡിയർനെസ് അലവൻസസ് വിച്ച് എൻഡർ പ്ലസ് കമ്മീഷൻ ഓൺ ടേൺ ഓവർ അച്ചീവ്ഡ് ബൈ ഹിം. ക്ലിയർ? then അടുത്തത് എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ. എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ ആണെങ്കിൽ ഓൾറെഡി സാലറി ഇൻക്ലൂഡഡ് ആണ്, ഇറ്റ് ഈസ് ടാക്സബിൾ. then interest credited to recognized provident fund. recognized provident ഫണ്ടിലേക്ക് ഇൻട്രസ്റ്റ് ക്രെഡിറ്റ് ആവുന്നുണ്ട് എങ്കിൽ അതിന്റെ ട്രീറ്റ്മെന്റ് പറയുന്നത് ഇൻട്രസ്റ്റ് എക്സസ് ഓഫ് 9.5% ഈസ് ടാക്സബിൾ. ആ ഇൻട്രസ്റ്റിന്റെ റേറ്റ് എന്ന് പറയുന്നത് 9.5% കൂടുതലാണ് എങ്കിൽ ആ എക്സസ് ആയിട്ട് വന്നിട്ടുള്ള എന്താണ് ടാക്സബിൾ ആയിട്ട് വരും. അപ്പൊ സപ്പോസ് ഇൻട്രസ്റ്റ് ക്രെഡിറ്റഡ് ടു PF അക്കൗണ്ട് 10% ആയിരിക്കുക,
ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് 10% ഇൻട്രസ്റ്റ് റേറ്റ് കൊടുക്കുന്നത് എങ്കിൽ എന്താണ് അത് 9.5 എക്സസ് ആണ്. എത്ര 0.5% എക്സസ് ആണ് അല്ലെ. 10 - 9.5 0.5 എന്താണ് എക്സസ് ആണ്, ടാക്സബിൾ ആയിട്ട് വരും. ക്ലിയർ? അതായത് ഇൻട്രസ്റ്റ് റേറ്റ് 9.5% എക്സസ് ആണ് എങ്കിൽ ആ എക്സസ് ഉള്ള പോർഷൻ എന്താണ് ടാക്സബിൾ ആയിട്ട് വരും. Then lump sum received on retirement. റിട്ടയർമെന്റ് സമയത്ത് lump sum റിസീവ് ചെയ്യുകയാണെങ്കിൽ it is not taxable. ഓക്കെ. അപ്പൊ റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ടിന്റെ കേസിൽ നാല് കാര്യങ്ങൾ പറയുന്നത് എന്തൊക്കെയാണ്? എംപ്ലോയർ കോൺട്രിബ്യൂഷൻ excess of 12% of salary is taxable. Then employees contribution already included in the salary taxable ആണ്. Then interest credited to PF account ആണെങ്കിൽ excess of 9.5% is taxable. Interest rate 9.5% കൂടുകയാണെങ്കിൽ it is taxable. Then എന്താണ് lump sum received on retirement ആണെങ്കിൽ എന്താണ് not taxable. Then നമുക്ക് അടുത്തതിലേക്ക് കടക്കാം. Unrecognized provident fund. Unrecognized provident ഫണ്ടിന്റെ കേസിൽ എംപ്ലോയർ കോൺട്രിബ്യൂഷൻ നോട്ട് ടാക്സബിൾ. അതിന്റെ മുകളിൽ ടാക്സ് കൊടുക്കേണ്ട. എംപ്ലോയി കോൺട്രിബ്യൂഷൻ ആണെങ്കിൽ ഇൻക്ലൂഡഡ് ഇൻ ദ സാലറി ടാക്സബിൾ. ഓൾറെഡി സാലറി ഇൻക്ലൂഡഡ് ആണ്, അതുകൊണ്ട് ടാക്സബിൾ ആണ്. Then interest credited to PF account not taxable. PF അക്കൗണ്ടിലേക്ക് എന്തെങ്കിലും ഇൻട്രസ്റ്റ് ക്രെഡിറ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ അതെന്താണ് നോട്ട് ടാക്സബിൾ ആണ്. Then lump sum received on retirement. റിട്ടയർമെന്റ് സമയത്ത് lump sum റിസീവ് ചെയ്യുകയാണ് എങ്കിൽ എംപ്ലോയർ ഷെയർ ആൻഡ് ഇൻട്രസ്റ്റ് ഈസ് ടാക്സബിൾ. നമ്മൾ എന്താണ് റിട്ടയർമെന്റ് സമയത്ത് മൊത്തമായിട്ട് നമ്മൾ ക്യാഷ് വിഡ്രോ ചെയ്യുകയാണ്. അത് PF എന്ന് പറയുന്ന അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട് ആയിരുന്നു എങ്കിൽ എംപ്ലോയർ എത്രയാണോ അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത് അതേ പ്ലസ് അതിന്റെ മുകളിലുള്ള ഇൻട്രസ്റ്റ് എന്താണ് ടാക്സബിൾ ആയി വരും. എംപ്ലോയർ കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ എംപ്ലോയർ ഷെയർ ആൻഡ് ഇൻട്രസ്റ്റ് thereon is taxable. അതിന്റെ മുകളിൽ ഇൻട്രസ്റ്റ് എന്തായിരിക്കും ടാക്സബിൾ ആയിട്ട് വരും if it is an unrecognized provident fund. ഓക്കെ. അപ്പൊ ഇത്രയാണ് അതിന്റെ ടാക്സ് ട്രീറ്റ്മെന്റ് പറയുന്നത്. ഞാൻ ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് പറയാം. സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡന്റ് ഫണ്ട് ആണെങ്കിൽ എംപ്ലോയർ കോൺട്രിബ്യൂഷൻ നോട്ട് ടാക്സബിൾ. എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ ഓൾറെഡി ഇൻക്ലൂഡഡ് ഇൻ ദ സാലറി ആണ്, ടാക്സബിൾ ആണ്. ഇൻട്രസ്റ്റ് ക്രെഡിറ്റഡ് ടു PF അക്കൗണ്ട് നോട്ട് ടാക്സബിൾ. lump sum received നോട്ട് ടാക്സബിൾ. Recognized provident fund ആണെങ്കിൽ employer contribution excess of 12% of salary is taxable. Here salary means basic pay plus DEP plus dearness allowances which enter plus commission on turnover achieved by him. Then employees contribution ആണെങ്കിൽ it is already included in the salary taxable. Then interest credited to PF account ആണെങ്കിൽ excess of 9.5% of interest is taxable. 9.5% മുകളിൽ interest rate കിട്ടുന്നുണ്ടെങ്കിൽ ആ excess ആയിട്ടുള്ള portion എന്താണ് taxable ആയിട്ട് വരും. Then lump sum received ആണെങ്കിൽ not taxable. Then unrecognized provident ഫണ്ടിന്റെ കേസിലാണ് പറയുന്നത് എങ്കിൽ എംപ്ലോയർ കോൺട്രിബ്യൂഷൻ നോട്ട് ടാക്സബിൾ. എംപ്ലോയി കോൺട്രിബ്യൂഷൻ ഇൻക്ലൂഡഡ് ഇൻ ദ സാലറി ആണ്, ടാക്സബിൾ ആണ്. Then interest credited to PF account not taxable. Then lump sum received on retirement ആണ് എങ്കിൽ എംപ്ലോയർ ഷെയർ ആൻഡ് ഇൻട്രസ്റ്റ് thereon is taxable. എംപ്ലോയറിന്റെ ഷെയറും അതിന്റെ മുകളിലുള്ള ഇൻട്രസ്റ്റ് എന്താണ് ടാക്സബിൾ ആയിട്ട് വരും. അപ്പൊ ഇത്രയാണ് അതിന്റെ ടാക്സ് ട്രീറ്റ്മെന്റ് നമുക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് PF-ന്റെ ഒരു പ്രോബ്ലത്തിലേക്ക് കടക്കാം. ഓക്കെ. അപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻ ജസ്റ്റ് ഒന്ന് വായിക്കാം. Miss Sitara is drawing ₹6,000 per month as salary from his employer. During the previous year, employer paid her bonus ₹7,000. 6,000 per month salary വാങ്ങുന്നുണ്ട്, ബോണസ് 7,000 കിട്ടിയിട്ടുണ്ട്. Full stop. She contribute 15% of her salary to provident fund. provident ഫണ്ടിലേക്ക് 15% സാലറിയുടെ 15% ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. The employer also contribute the same amount. എംപ്ലോയർ എന്താണ് 15% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. The amount of interest credited to her provident fund account at 10% was 500. 10% എന്താണ് provident fund അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യുന്നുണ്ട്, അത് എത്രയാണ് 500 ആണ്. ഇൻട്രസ്റ്റ് എത്രയാണ് 10% ക്രെഡിറ്റ് ചെയ്യുന്നുണ്ട്, അത് എത്രയാണ് 500 ആണ്. Compute the taxable salary of Miss Sitara for the current assessment year. Current assessment yearലുള്ള Miss Sitaraന്റെ taxable salary ആണ് നമ്മളോട് കാണാൻ പറഞ്ഞത്. ഓക്കെ. രണ്ട് കേസ് പറയുന്നുണ്ട്. കോൺട്രിബ്യൂഷൻ മെയ്ഡ് ടു സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡന്റ് ഫണ്ട് ഉണ്ട്, കോൺട്രിബ്യൂഷൻ മെയ്ഡ് ടു റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട് ഉണ്ട്. ഓക്കെ. അപ്പൊ ആദ്യത്തെ കേസ് ചെയ്യാം. എ കോൺട്രിബ്യൂഷൻ ടു സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡന്റ് ഫണ്ട് SPF ആണെങ്കിൽ ഗ്രോസ് സാലറി എത്ര നോക്കാം. ആദ്യം തന്നെ സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡന്റ് ഫണ്ടിന്റെ ടാക്സ് ട്രീറ്റ്മെന്റ് എങ്ങനെയായിരുന്നു? എംപ്ലോയർ കോൺട്രിബ്യൂഷൻ നോട്ട് ടാക്സബിൾ. എംപ്ലോയി കോൺട്രിബ്യൂഷൻ ടാക്സബിൾ ആണ്, പക്ഷെ ഓൾറെഡി എന്താണ് സാലറിയിൽ ഇൻക്ലൂഡഡ് ആണ്. Then interest credited to PF account not taxable. Lump sum received ആണെങ്കിലും not taxable. Lump sum receive ചെയ്യുന്നത് പറയുന്നില്ല. അപ്പൊ എംപ്ലോയർ കോൺട്രിബ്യൂഷൻ ഇവിടെ ഉണ്ട്, എംപ്ലോയി കോൺട്രിബ്യൂഷൻ ഉണ്ട്, അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് ഉണ്ട്. ഈ മൂന്ന് എന്താണ് നോട്ട് ടാക്സബിൾ ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക. സോറി, എംപ്ലോയർ കോൺട്രിബ്യൂഷനും
ഇൻട്രസ്റ്റും നോട്ട് ടാക്സബിളും. എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ ഓൾറെഡി സാലറിയുടെ കൂടെ ഉള്ളത് കൊണ്ട് പിന്നീട് കാണിക്കേണ്ട ആവശ്യവുമില്ല. ഓക്കെ, സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡന്റ് ഫണ്ട് ആയതുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ എന്ത് ചെയ്യുക, സാലറി എത്രയാ 6000 പെർ മന്ത് അല്ലേ. അപ്പൊ 6000 into 12 72,000. 6000 into 12. Then bonus 7,000. ടോട്ടൽ ചെയ്യുക എത്ര വരും, 79,000. എന്താണ് ഗ്രോസ് സാലറി. ഓക്കെ, ഗ്രോസ് സാലറി 79,000. ഇവിടെ എന്താണ് എംപ്ലോയർ കോൺട്രിബ്യൂഷൻ എടുക്കാനുള്ള കാരണം എന്താണ്, എംപ്ലോയർ കോൺട്രിബ്യൂഷൻ നോട്ട് ടാക്സബിൾ ആണ്. എംപ്ലോയി കോൺട്രിബ്യൂഷൻ ഓൾറെഡി ഈ സാലറിയിൽ ഇൻക്ലൂഡഡ് ആണ്, അതുകൊണ്ട് പിന്നീട് നമ്മൾ കാണിക്കേണ്ട കാര്യമില്ല. പിന്നെ ഇൻട്രസ്റ്റ് എന്താണ്, നോട്ട് ടാക്സബിൾ ആണ്, ബിക്കോസ് ഇറ്റ് ഈസ് ദ കേസ് ഓഫ് സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡന്റ് ഫണ്ട്. ഓക്കെ, നമുക്ക് രണ്ടാമത്തെ കേസിലേക്ക് പോവാം. കോൺട്രിബ്യൂഷൻ ടു B, contribution to recognized provident fund അല്ലെ, RPF, recognized provident fund. ആദ്യം തന്നെ salary 6000 into 12 72,000. then bonus 7,000. then അടുത്തത് employer contribution to PF. നമ്മുടെ കണ്ടീഷൻ എന്തായിരുന്നു, excess of 12% salary is taxable അല്ലേ. അങ്ങനെ പറഞ്ഞാൽ സാലറിയുടെ 12% കൂടുതലായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ടാക്സബിൾ എന്നാ പറഞ്ഞത്. ഓക്കെ, അപ്പൊ നമ്മളത് കണ്ടുപിടിക്കണം. അപ്പൊ താഴെ വർക്കിംഗ് നോട്ട് ആയിട്ട് എഴുതുക, വർക്കിംഗ് നോട്ട്. ഓക്കെ, വർക്കിംഗ് നോട്ട് 1 എന്താണ്, റെഗുലറൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ടിന്റെ ടാക്സ് ട്രീറ്റ്മെന്റ് ഇതാ നോക്കണം. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ കാൽക്കുലേഷൻ ഓഫ് excess contribution to PF അല്ലെ. 12% എക്സസ് എത്ര കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ ആദ്യം എന്ത് ചെയ്യുക, ഇവിടെ എത്രയാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്, സാലറിയുടെ 15% എംപ്ലോയർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പൊ ആദ്യം 15% ഓഫ് സാലറി. ഓക്കെ, സാലറി എത്രയാണ് 72,000. so 72,000 into 15%, that's equal to എത്ര വരും, 72,000 50% വരുമ്പോ 10,800. then എന്ത് ചെയ്യാ, less 12% of salary അല്ലെ. നമുക്ക് എന്താണ് എക്സസ് ആ കണ്ടുപിടിക്കേണ്ടത്, 12% കൂടുതലുള്ളതാ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ, 15% ഓഫ് സാലറിയിൽ നിന്ന് 12% ഓഫ് സാലറി കുറയ്ക്കുക. ഓക്കെ, അപ്പൊ 72,000 into 12%, 72,000 into 12%, that's equal to 8,640. അപ്പൊ ലെസ് ചെയ്യുന്ന സമയത്ത് 2,160. അതിന് നേരെ എഴുതുക excess 2,160 നേരെ എഴുതുക excess. അടുത്തവിടേക്ക് എഴുതുക 2,160. ക്ലിയർ. എന്താണ് എംപ്ലോയർ കോൺട്രിബ്യൂഷൻ എക്സസ് ഓഫ് 12% സാലറിയാണ് നമുക്ക് കാണേണ്ടത്, എക്സസ് ഓഫ് 12%. ഇവിടെ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് 15% ആണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പൊ സാലറിയുടെ 15% കണ്ടുപിടിച്ചു, അതിൽ നിന്ന് 12% ഓഫ് സാലറി കുറച്ചു, അപ്പൊ നമുക്ക് എക്സസ് കിട്ടി. ക്ലിയർ. 2,160. ഓക്കെ, നമ്മുടെ അടുത്ത് എന്താണ്, ഇൻട്രസ്റ്റ് ക്രെഡിറ്റഡ് ടു PF അക്കൗണ്ട്. അതിന്റെ കണ്ടീഷൻ എന്തായിരുന്നു, ഇൻട്രസ്റ്റ് ക്രെഡിറ്റഡ് ടു PF അക്കൗണ്ടിന്റെ കണ്ടീഷൻ എന്തായിരുന്നു, ഇൻട്രസ്റ്റ് ക്രെഡിറ്റഡ് ടു PF അക്കൗണ്ട് കണ്ടീഷൻ എന്തായിരുന്നു, എക്സസ് ഓഫ് 9.5% ഓഫ് ഇൻട്രസ്റ്റ് ഈസ് ടാക്സബിൾ അല്ലേ. നമ്മളിവിടെ എക്സസ് കണ്ടുപിടിക്കണം, എക്സസ് എത്രയാണ് കണ്ടുപിടിക്കണം അല്ലെ.
ഇവിടെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന എത്രയാണ്? ഇൻട്രസ്റ്റ് എത്രയാണ്? ഇൻട്രസ്റ്റ് ഓൺ പി എഫ് എത്രയാണ്? 10%. കാൽക്കുലേഷൻ ഓഫ് എക്സസ് ഇൻട്രസ്റ്റ് ഓൺ പി എഫ്. എക്സസ് ഇൻട്രസ്റ്റ് ഓൺ പി എഫ്. ഓക്കെ, അപ്പൊ ആദ്യം എന്ത് ചെയ്യാ? 10% ഇൻട്രസ്റ്റ്, 10% ഇൻട്രസ്റ്റ് എത്രയാണ്? 500. ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് അല്ലേ? 10% ഇൻട്രസ്റ്റ് എത്രയാണ്? 500. Then 9.5% of interest. 10% of interest 9.5% of interest കണ്ടുപിടിച്ചിട്ട് ലെസ് ചെയ്യണം. അപ്പോഴേ നമുക്ക് എത്രയാണ് എക്സസ് എന്ന് കിട്ടുള്ളൂ അല്ലേ? അപ്പൊ 9.5% of interest എങ്ങനെ കാണുക? That's equal to 500 എന്ന് പറയുന്നത് 10% ആണ്. 500 divided by 10 എങ്കിൽ 9.5% എത്ര? Into 9.5. 500 divided by 10 into 9.5 എത്രയാണ്? 500 എന്ന് പറയുന്നത് 10% ആണ്. അപ്പൊ 500 divided by 10 അങ്ങനെയാണെങ്കിൽ 9.5% എത്ര? Into 9.5. That's equal to 475. അപ്പൊ 500 നിന്ന് 475 പോയി കഴിഞ്ഞാൽ ബാലൻസ് 25. അതാണ് എന്ത്? എക്സസ്. അതാണ് എന്ത്? എക്സസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതെടുത്ത് ഇങ്ങോട്ട് എഴുതുക. 25 ടോട്ടൽ ചെയ്യുക. 70,000 plus 7,000 plus 2,160 plus 25. That's equal to 81,185. 81,185. അതിന് നേരെ എഴുതാം ഗ്രോസ് സാലറി. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. താങ്ക് യു.